കായ ചേന അത് പരിപ്പിട്ട് നമ്മൾ കറി വയ്ക്കുന്നത്, നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ ഒരു വെക്കലുണ്ട്. പിന്നെ അതല്ലാതെ പരിപ്പിടാതെ വെക്കാം. പിന്നെ ഇപ്പോൾ കായും ചേന നമ്മൾ ഉപ്പേരിയൊക്കെ ആയിട്ട് തന്നെ വെക്കുമല്ലോ, മെഴുക്ക് വരട്ടി പോലെ പല രീതിയിൽ വെക്കാം. അപ്പോൾ വെച്ചാൽ ഇത് കായും ചേനയും നമ്മൾ സാധാരണ തേങ്ങ അരച്ച് ജീരകമൊക്കെ ചേർത്ത് അരച്ച് കറി വയ്ക്കുന്നത്. അതുപോലെ അതിക്ക് സോയാബീൻ മസാലക്കറി, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഞങ്ങളെ ഉച്ചഭക്ഷണത്തിന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സോയാ ചങ്ക്സ് വെള്ളത്തിലിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, കിഴങ്ങുണ്ട് അതിലേക്കുള്ളത്. ഇത് പിന്നെ ഇതാ ചേനയും കായും, ഇത് നമുക്ക് കറിക്കുള്ളത്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ആദ്യം നമ്മൾ അരച്ച് വയ്ക്കുകയാണ് ഈ കറിക്കുള്ളത്. കായ ചേന അതിൻ്റെ, അപ്പോൾ അതിലേക്ക് ചെറിയ ജീരകം അത് ചേർത്ത് നമ്മളിവിടെ അരച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതാ കായ, 3 കായ, 3 വേണ്ട, 2 മതി. അപ്പോൾ 1 അതിവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ കൂട്ടാൻ കായയാണ്, അതാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. കായും ചേനയും നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കറി. പിന്നെ ചേന ഇതൊക്കെ പാകത്തിനുള്ളതേ ഉള്ളൂ, ഒരു കഷ്ണം. ഇനി നമ്മൾ കായ കഴുകിയതാണ്, അത് 4 കീറാക്കിയിട്ട് തന്നെ ഉണ്ട് നുറുക്കാം. ഇതിപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ കറി പോലെയല്ല, നമുക്ക് നന്നാക്കി എരിശ്ശേരിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഉടയ്ക്കത്. ചേന പിന്നെ അങ്ങനെ ചെറുതാക്കി കൊത്തി ഇടാം. കുറച്ച് വലുപ്പായാലും കുഴപ്പമില്ല, പറഞ്ഞ പോലെ ഉടയ്ക്കാനുള്ളതല്ലേ. ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ സോയാ ചങ്ക്സിൻ്റെ മസാലക്കറി ഉണ്ടാക്കാൻ. ഇപ്പോൾ കറി പോലെയല്ല, കുറച്ചൊന്നും ഇങ്ങോട്ട് വറ്റിച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ കഷ്ണങ്ങൾ ഇടാം. ഇതിന് പരിപ്പ് ചേർക്കാതെയാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. അതാ ഒരു 3 വിസിലാണ്. അത് കഴിഞ്ഞ ശേഷം വേണ്ടൊക്കെ ഒതുങ്ങി, കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ പൊടികളൊക്കെ ആദ്യമിട്ട് വേവിച്ചതുകൊണ്ട് പിന്നെ ഇനി ചെറുതായിട്ട് ചെറിയ തീയിൽ കത്തിച്ച ശേഷം അടുപ്പത്തിന് ശേഷം നമുക്ക് അരച്ച് വെച്ചത് അതിൽ ചേർക്കാം. കേട്ടോ, നല്ലതുകൊണ്ട് കുറുകി വന്നു, അത്യാവശ്യം അരച്ചതുണ്ട്. നല്ല പോലെ ഇതിൻ്റെ ഇളക്കി ചേർത്ത് ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും. അപ്പോൾ അത് വറുത്തിട്ടു. നമ്മളെ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ സോയാ ചങ്ക്സ് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു, അതിൻ്റെ ഒക്കെ പിഴിഞ്ഞെടുത്തു. പിന്നെ ഉള്ളി, കിഴങ്ങ്, തക്കാളി ഉണ്ട്, അത് നമുക്ക് അതിലേക്ക് ചേരുവകളാണ്. മസാല കറി പോലെ തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി നുറുക്കിയെടുക്കാം. അതിലേക്ക് പച്ചമുളക്, അതൊക്കെ നുറുക്കി ഇവിടെ വെച്ചു, വേറെ വേറെയൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കിഴങ്ങൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ വലിയ ഉള്ളിയും പച്ചമുളകും അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ രുചി തന്നെയാണല്ലോ ഇതിനും. സോയാ ചങ്ക്സ് വെച്ചാലും രസമാണ്. പിന്നെ തക്കാളി ഒക്കെ ഇട്ട് വഴറ്റി ഇങ്ങനെ എടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ നമ്മൾ
വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മല്ലിപ്പൊടി ചേർത്തു, അതും ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നാക്കി ഇളക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ കിഴങ്ങും സോയാ ചങ്ക്സിൻ്റെ അതും അതിട്ട് നന്നാക്കി ഇളക്കിയെടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഈ ചട്ടിയിലാണ് വെക്കുന്നത്. സാധാരണ വെക്കുന്ന നമ്മളെ പാത്രത്തിലല്ല, ഇതിലാണ്. അപ്പം ഇനി ഇത് വേവട്ടെ. ഇപ്പോൾ കഥ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ലേശം വെള്ളത്തിലാണ് ഞങ്ങളിത് വേവിച്ചെടുത്തത്. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ആദ്യം തന്നെ ചേർത്തു. അപ്പോൾ നല്ലപോലെ വറ്റിച്ചെടുക്കുകയാണ്. ഇതാ കറിവേപ്പില ചേർക്കാം. അപ്പോൾ അതിവിടെ റെഡിയായി, ഊണ് കഴിക്കായി. പിന്നെ നമ്മളെ കറി. പിന്നെ പപ്പടം കാച്ചിയതുണ്ട്. അപ്പം അങ്ങനെയാണ് ഊണിൻ്റെ വിഭവങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.